അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, നമ്മൾ ഇന്നലെ ഒരു മലയുടെ ഉദാഹരണമായി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സബീർ മലയോളം കടമുണ്ടെങ്കിലും അത് അല്ലാഹു നിനക്ക് വീട്ടിത്തരും എന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണമായി അതിലൊരു സബീർ പർവ്വതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സബീർ പർവ്വതം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പർവ്വതമാണ് സബീർ പർവ്വതം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിനെ വളരെയധികം സ്നേഹിച്ച ഒരു പർവ്വതമാണ്. റസൂലുള്ളാഹിനോട് സംസാരിച്ച പർവ്വതമാണ്. മാത്രമല്ല, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുകിടത്തുകയും പകരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കുന്നതിന് പകരമായി ആടിനെ ഇറക്കിക്കൊടുത്ത പർവ്വതവുമാണ് സബീർ പർവ്വതം എന്ന് പറയുന്നത്. എന്നാൽ ഉംറക്ക് പോയവർക്കൊക്കെ അറിയാം, അറഫയിൽ നിന്ന് മിനയിലൂടെ നമ്മൾ മക്കയിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് തിരിച്ചു വരുമ്പോൾ ഇന്നത്തെ മെട്രോ സ്റ്റേഷനൊക്കെ നിൽക്കുന്ന, മിനയിലെ മെട്രോ സ്റ്റേഷനൊക്കെ നിൽക്കുന്ന അതിൻ്റെ അടിയിൽ അബാബീൽ പക്ഷികളെ കൊണ്ട് അബ്രഹത്തിനെ നശിപ്പിച്ച ഒരു സ്ഥലം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് ജബൽ സബീർ എന്ന് പറയുന്ന പർവ്വതം. ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ കടത്തിയതിൻ്റെ ഒരു ചെറിയ ഒരു സ്തൂപം നിലനിൽക്കുന്നുണ്ട്. അത് ഉസ്താദന്മാർ കാണിച്ചു തരും തിരിച്ചു വരുമ്പോൾ. ഈ പർവ്വതത്തിനാണ് ജബൽ സബീർ എന്ന് പറയുന്നത്. ഈ പർവ്വതത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പർവ്വതത്തിൻ്റെ തായ്വാരത്തിലൂടെയാണ് പ്രധാനമായും ഹിറാ പർവ്വതത്തിൻ്റെലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പോകുന്നത് എന്നും ഈ പർവ്വതത്തോടൊരു വല്ലാത്ത ആത്മീയ ബന്ധമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ ആ ഉഹദ് പർവ്വതം വിറക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സംഭവമുണ്ട്: ഉഹദേ, നീ അടങ്ങുക, നിൻ്റെ മേലൊരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുമാണ് ഉള്ളത്, അതുകൊണ്ട് നീ അടങ്ങണമെന്ന് പറഞ്ഞു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാനും റളിയല്ലാഹു തആല അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും നബിയും കൂടെ ഉഹദ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. ഇതേ ഒരു സംഭവം മക്കയിലെ ജബലന്നൂറിൽ കയറുന്ന സമയത്തും ഉണ്ടായിട്ടുണ്ട്. മഹാനായ തുൽഹ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു, ഇവരൊക്കെ കൂടെ ജബലന്നൂറിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ സംസാരം അവിടെയും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഈ ജബലന്നൂർ പർവ്വതത്തിൻ്റെ നേരെ അഭിമുഖമായി നിൽക്കുന്ന ജബൽ സബീർ, ഈ സബീർ ഹിറാ പർവ്വതം കിടുങ്ങിയപ്പോൾ, വിറച്ചപ്പോൾ അല്ലെങ്കിൽ കുലുങ്ങിയപ്പോൾ അതിൻ്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജബൽ സബീർ പറഞ്ഞ ഒരു വാചകം ഹദീസുകളിൽ കാണാൻ പറ്റും. കാല ജബൽ സബീർ ഇലയ്യ യാ റസൂലല്ലാഹ് ഫ ഇന്നി അഖാഫു അൻ തഖ്തുലക ഹിറാ ഫതൻസില ഇലയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജബൽ സബീർ വിളിക്കുകയാണ്: നബിയെ, നിങ്ങൾ എന്നിലേക്ക് വരൂ, ഹിറായിൻ്റെ മുകളിൽ നിന്ന്, ജബലന്നൂറിൻ്റെ മുകളിൽ നിന്ന് താങ്കൾ വീഴുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് വരിക എന്ന് ഈ പർവ്വതം വിളിച്ചു പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ആത്മീയമായ ബന്ധം പുലർത്തിയിരുന്നൊരു പർവ്വതമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനോട് സംസാരിച്ച പർവ്വതമാണ് ഈ ജബൽ സബീർ എന്ന് പറയുന്ന പർവ്വതം. വളരെ ചരിത്ര പ്രാധാന്യമുള്ള പർവ്വതമാണ്. പലർക്കും ഈ പർവ്വതം പലരും കണ്ടിട്ടുണ്ടെങ്കിലും ഈ പർവ്വതത്തിൻ്റെ പേരെന്താണ് എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ മഹാനായ പ്രധാനമായും ഇവിടെ നടന്ന സംഭവം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി കിടത്തുകയും പകരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ ഇറക്കി കൊടുക്കുകയും ചെയ്ത പർവ്വതമാണ് ജബൽ സബീർ എന്ന് പറയുന്ന പർവ്വതം. അത് മക്കയിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളുടെ കൂട്ടത്തിലൊരു പർവ്വതമാണ്. അപ്പോൾ ആ പർവ്വതത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ചരിത്രവും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തോട് ഒട്ടി നിൽക്കുന്ന വളരെ ആത്മീയമായ ബന്ധമുള്ള ഒരു പർവ്വതം കൂടിയാണത്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.